പരിശുദ്ധ ത്രിത്വത്തിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തൊഴിലാളി ദിനത്തിൽ ഈ പാട്ടിന് എന്ത് പ്രസക്തി എന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? കാരണം അപ്പനെ സ്നേഹിക്കുന്ന ഏതൊരു മലയാളിയുടെയും പ്രിയപ്പെട്ട ഗാനമാണിത്. ഒരുപാട് നോവുകൾക്കിടയിലും പുഞ്ചിരി ചിറകു വിടർത്തുമെന്നച്ഛൻ. ഒരുപക്ഷെ നസ്രത്തിലെ വീട്ടിൽ ഈശോയും ഇതുപോലെ മൂളിപ്പാട്ട് പാടിയിട്ടുണ്ടാവും. ദൈവപുത്രന്റെ വളർത്തുപിതാവായ ജോസഫ് രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായതോടെ നോവുകളെല്ലാം സ്വയം വഹിച്ചു. ആ പുഞ്ചിരിയിൽ മറിയവും ഉണ്ണിയേശുവും സുരക്ഷിതത്വവും സ്വസ്ഥതയും അനുഭവിച്ചു. ലോകരക്ഷകന് പേരിടാൻ ഭാഗ്യം ലഭിച്ച ഒരു മരപ്പണിക്കാരൻ നിദ്രയിൽ നിന്നുണർന്ന് ദൈവത്തിന്റെ പദ്ധതികളോട് സഹകരിച്ചു. സ്വർഗീയ സ്വപ്നങ്ങൾ പൂർത്തിയാക്കാൻ ഉറക്കമൊളിച്ച് അധ്വാനിച്ച ഒരു ധൈര്യശാലിയായ ആ മനുഷ്യൻ ഇന്ന് അധ്വാനിക്കുന്നവരുടെ എല്ലാം മധ്യസ്ഥനാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും തൊഴിലാളികളുടെ മധ്യസ്ഥനായ യോസേപ്പ് പിതാവിന്റെ തിരുനാൾ മംഗളങ്ങൾ. ദാവീദ് വംശത്തിൽ യാക്കോബിന്റെ മകനായി ജനിച്ച യോസേപ്പ് പിതാവിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായി സഭയിൽ ഉയർത്തിയത് 12-ാം പിയൂസ് പാപ്പയാണ്. റഷ്യൻ വിപ്ലവത്തിന് ശേഷം ഒരു മെയ് ദിനത്തിൽ വിശുദ്ധ പത്രോസിന്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയ തൊഴിലാളികളോട് പാപ്പ ഇങ്ങനെ പറഞ്ഞു: ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു. ഇന്നു മുതൽ മെയ് 1 തൊഴിലാളിയായ യോസേപ്പ് പിതാവിന്റെ തിരുനാളായിരിക്കും. അങ്ങനെ തിരുസഭ മെയ് ദിനത്തെ പൗത്രീകരിച്ചിരിക്കുകയാണ്. ഏതൊരു തൊഴിലും ശ്രേഷ്ഠമാണ്. സൃഷ്ടാവായ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലുള്ള പങ്കുചേരലാണ് ഓരോ തൊഴിലും. അതുകൊണ്ട് തന്നെ അത് ദൈവത്തോടുള്ള സഹകരണവും കടമകളുടെ നിർവഹണവുമാണെന്ന് ഫ്രാൻസിസ് പാപ്പ പറയുന്നു. നസ്രത്തിലെ മരപ്പണിശാലയിൽ ഈശോയുമൊത്ത് അധ്വാനിച്ചത് വഴി യോസേപ്പ് പിതാവ് മനുഷ്യാധ്വാനത്തെ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതികളോട് അടുപ്പിക്കുകയാണ് ചെയ്തത്. നാം കൊള്ളുന്ന തണൽ ആരൊക്കെയോ കൊണ്ട വെയിലിന്റെ ഫലമാണ് എന്നൊരു ചൊല്ലുണ്ട്. സ്വയം വെയിലേറ്റ് തണലാകാൻ നിയോഗം കിട്ടിയ ചിലർക്കേ അത് സാധിക്കൂ. അങ്ങനെ ഒരു മഹാഭാഗ്യം കിട്ടിയ വ്യക്തിയായിരുന്നു യോസേപ്പ് പിതാവ്, തിരുക്കുടുംബ വീട്ടിലെ തണൽ വൃക്ഷം. ഇത് മനസ്സിലാക്കി ഈ തണൽ വൃക്ഷത്തിൽ ചേക്കേറുന്നവർക്ക് കിട്ടുന്ന സൗജന്യ സമ്മാനമാണ് തിരുക്കുടുംബത്തിന്റെ സംരക്ഷണവും മധ്യസ്ഥവും. 1870 തിരുസഭയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രതിസന്ധി നിറഞ്ഞ ഒരു വർഷമായിരുന്നു. രാഷ്ട്രീയവും സാമൂഹികവുമായ ഈ പ്രതിസന്ധിയിൽ 9-ാം പിയൂസ് പാപ്പ യോസേപ്പ് പിതാവിനെ ആഗോള സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനത്തിന്റെ 150-ാം വാർഷികത്തിലാണ് ഫ്രാൻസിസ് പാപ്പ ഈ വർഷം തിരുസഭയുടെ അമരക്കാരനായ യോസേപ്പ് പിതാവിനെ നമുക്ക് നൽകിയത്. ദിവ്യരക്ഷകനെയും മാതാവിനെയും എല്ലാ പ്രതിസന്ധികളിലും കാത്തുപരിപാലിക്കുകയും ശിശുവായ ഈശോയുടെ ദാരിദ്ര്യ ജനനത്തിനും ഈജിപ്തിലേക്കുള്ള പലായനത്തിലും 12-ാം വയസ്സിൽ ഈശോയെ കാണാതായതിലും ആ പിതാവ് അനുഭവിച്ച മനോവേദന ധ്യാനിക്കുമ്പോൾ നാം ഇന്ന് അനുഭവിക്കുന്ന ഓരോ കഷ്ടപ്പാടുകളും അതിൻ്റെ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചറിഞ്ഞ ഒരു വ്യക്തിയാണ് യോസേപ്പ് പിതാവ് എന്ന് നമുക്ക് മനസ്സിലാകും. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ സംഭവങ്ങൾ യോസേപ്പ് പിതാവിന്റെ ജീവിതത്തിൽ പരമ്പര തീർത്തപ്പോൾ ആ പിതാവ് പതറിയില്ല. ഉണ്ണീശോയെ കരങ്ങളിലെടുക്കുകയും ആ നെഞ്ചോട് ചേർത്ത് താരാട്ട് പാടുകയും മരണകരമായ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും തീറ്റിപ്പോറ്റുകയും ചെയ്ത തന്റെ പിതാവ് ചോദിച്ചാൽ പുത്രന് നിരസിക്കാൻ പറ്റുമോ? വിശുദ്ധ ജോൺ പോൾ 2-ാമൻ പാപ്പ ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു: ഭൂമിയിലുള്ള മക്കളെ സഹായിക്കാൻ സ്വർഗത്തിൽ അധികാരമുള്ള ഒരു വിശുദ്ധൻ. നമ്മളും മറ്റുള്ളവരും അസാധ്യമെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ പല സ്വപ്നങ്ങളും യോസേപ്പ് പിതാവിന്റെ കരങ്ങളിൽ എത്തുമ്പോൾ അതിന് ചിറകുമുളയ്ക്കും. അതുകൊണ്ട് നമ്മുടെ ഏതൊരു വിഷയത്തിലും ആ പുണ്യപിതാവിന്റെ മാധ്യസ്ഥം യാചിക്കാൻ മറക്കരുത്. പ്രാർത്ഥനയുടെ ഗുരുനാഥൻ, പിശാചുക്കളുടെ പരിഭ്രമം, സ്ത്രീകളുടെ കാവൽക്കാരൻ, ഗർഭസ്ഥ ശിശുക്കളുടെ സംരക്ഷകൻ, ദൈവരഹസ്യങ്ങളുടെ സംരക്ഷകൻ, കുടുംബജീവിതത്തിന്റെ ആഭരണം എന്നിങ്ങനെ നിരവധി പേരുകളിൽ യോസേപ്പ് പിതാവ് അറിയപ്പെടുന്നു. നിശബ്ദത, പ്രാർത്ഥന, ധൈര്യം, സംരക്ഷിക്കുക, നൽകുക, യോസേപ്പ് പിതാവിൽ വിളങ്ങി നിന്ന ഈ പുണ്യങ്ങൾ നമ്മളിലും നിറയാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം
ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മഹാദുരന്തത്തിൽ നിന്നും, എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും, പ്രത്യേകിച്ച് തൊഴിലിന്റെ മേഖലകളിൽ പുതിയ വഴി തുറന്നു കിട്ടുവാനും ഈ തൊഴിലാളി ദിനത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.